ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയ സൗന്ദര്യമായ സുന്ദരമായ ജീവിതമുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തന്ന ഈ അനുഗ്രഹീതമായ ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ഇത് അല്ലാഹുവിന് വേണ്ടി നീ കൊടുക്കാതെ അതാ ചെറിയ ചെറിയ വിഷമങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മറന്നുകൊണ്ട്, ഇന്ന് പരീക്ഷയ്ക്ക് തോറ്റുപോയതിന്റെ കാരണത്താൽ വിരഹവേദനകൾ കടന്നു വരുമ്പോ, പ്രേമനിരാശകൾ കടന്നു വരുമ്പോ, ജീവനൊടുക്കുന്ന ചെറുപ്പക്കാരാ മക്കളെ മനസ്സിലാക്കണേ, അല്ലാഹു നാളെ ആഖിറത്തിലുണ്ടല്ലോ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ നൽകുമ്പോ, ചെറിയ ചെറിയ വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, അതൊന്നും തരണം ചെയ്യാതെ ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു നാളെ ആഖിറത്തിൽ നൽകുന്ന ശിക്ഷ എത്രമാത്രം കഠിനമാണെന്ന് മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയ ഈ സുന്ദരമായ ജീവിതമുണ്ടല്ലോ, എങ്ങനെയാണോ നീ അവസാനിപ്പിച്ചത്, അതേ മരണമുണ്ടല്ലോ നാളെ ആഖിറത്തിലും ആവർത്തിക്കുന്നതാണ്. നരകത്തിൽ കിടന്നുകൊണ്ട് ആവർത്തിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ദുനിയാവില് നിങ്ങൾ ഇനി കൈ മുറിച്ച് ബ്ലേഡ് വെച്ച് ഞരമ്പ് മുറിച്ചാണോ നിങ്ങൾ മരിക്കുന്നത്, അല്ലെങ്കിൽ കയറ് കൊണ്ട് തൂങ്ങിയാണോ നിങ്ങൾ മരിക്കുന്നത്? നാളെ ആഖിറത്തില് നരകത്തിയാലുള്ളൊരു കയറുണ്ടായിരിക്കും നിന്നെ നരകത്തിൽ തൂക്കിക്കൊല്ലാൻ. ഇന്ന് ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിച്ചാണ് നീ മരിക്കുന്നതെങ്കിൽ നാളെ ആഖിറത്തില് തീയാലുള്ള ബ്ലേഡ് ഉണ്ടായിരിക്കും. പിന്നെയും മുറിക്കും, പിന്നെയും നീ മരിക്കും, പിന്നെയും ജീവിക്കും, പിന്നെയും നീ മരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ജീവിതകാലം മുഴുവനും പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകി സുന്ദരമായ ജീവിതം നമ്മൾ അല്ലാഹുവിന് വേണ്ടി, പരിശുദ്ധമായ ദീനിനു വേണ്ടിയുമാണ് സമർപ്പിക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.